ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതായില്ലേ ഇപ്പം കുറച്ച് ചിപ്സൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി അല്ലേ? അതെ, അമ്മച്ചിയുടെ വകയായിട്ട് എല്ലാവരുടെയും ടേസ്റ്റ് അറിയട്ടെ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമല്ലേ? അതെ അതെ അതെ. എണ്ണയൊക്കെ മേടിച്ച് നമ്മൾ വിറകടുപ്പിലും ഗ്യാസ് അടുപ്പിലും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചക്കയെല്ലാം തീരാൻ പോവാ, അതാ കുഴപ്പം. അപ്പൊ ഇവിടെ പേര് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടുന്നായിട്ട് കൊടുക്കുന്നേ, കിട്ടുന്ന എത്ര കൊടുക്കാം, ചക്ക തീരുന്നതിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പം ഏത്തക്കായും പിന്നെ മറ്റേ റോസ്റ്റക്കായും ഒക്കെ വറക്കുന്നുണ്ട്. അപ്പം എല്ലാം ഉള്ള പോലൊക്കെ കൊടുക്കാം. ഇതിപ്പോഴേ ഇത് കൊറേ ഓർഡർ കിട്ടി. ഇതിപ്പം നമുക്ക് ഇനി നാളെ കൊടുക്കാൻ കുറെ ഉണ്ട്. ഇതിപ്പം നമുക്ക് ഇനി നാളെ കൊടുക്കാനുള്ള അര കിലോ ഇതല്ലേ, അര കിലോ അല്ലേ, അര കിലോ പാക്ക് ചെയ്യാം. മാഡം 2-3 ദിവസമായിട്ട് നല്ല എഴുന്നേക്കാൻ സമയം കിട്ടുന്നില്ല. അടുത്ത ചക്ക ഇങ്ങനെ വന്നോണ്ടേയിരിക്കുന്നു. ഇതൊക്കെ നല്ല ചക്കയായിരുന്നേ. നല്ല കളറും ഉണ്ട് ചുളക്ക്, കട്ടിയുണ്ട്, കട്ടി ഇച്ചിരി കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടും. പക്ഷെ പെറുക്കാനൊക്കെ എളുപ്പമുണ്ട്. ചിലത് പെറുക്കാൻ ഭയങ്കര പാടാ, ചെറിയ ചുളയായിരിക്കും. ചക്കക്കുരു നല്ല ചക്കക്കുരു കാണുമ്പോ കളയാൻ തോന്നുവല്ല, അതുകൊണ്ട് പെറുക്കി വെക്കുന്നതാ. അതെ, ചാറ് വെക്കാം, മെഴുക്കുവരട്ടി വെക്കാം, ഇതെല്ലാം കറി വെക്കാം. പക്ഷെ ഞങ്ങള് രണ്ടുപേരും അല്ലേ ഉള്ളു കൂട്ടാൻ. ഞാൻ കൂട്ടും വല്ലപ്പോഴും. അതെ, നല്ല ഗുണമുള്ള സാധനമാണ്. നല്ല കുരു കാണുമ്പോ കളയാൻ തോന്നില്ല, അങ്ങനെ പെറുക്കി വെക്കുന്നതാ. ചക്കക്കുരുവിനൊക്കെ എന്നാ വിലയാണെന്നറിയോ? ആമസോണിലൊക്കെ എടുത്ത് നോക്കണം. ആണോ? ആമസോണിലും അതെ ലുലുമാളിലും ഒക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം ഇല്ലല്ലോ, ടൗണുകളിൽ ഇല്ലല്ലോ. നമ്മളാണെങ്കിൽ നേരത്തെ വെട്ടുന്നതെല്ലാം വെറുതെ കളയുമല്ലായിരുന്നു. കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്ത് വെക്കുക, ബാക്കി കളയുക. ഇതുകൊണ്ട് വേറെ ഒരു അത് നല്ലത് കാണുമ്പോ എടുത്ത് വെക്കുന്ന, ബാക്കി കളയുമോ? ഇതിപ്പോ വന്ന് ഇപ്പം വൈകുന്നേരം ഇപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം മൊത്തത്തിൽ താളം തെറ്റി. വീഡിയോ എടുപ്പും താമസമായി. ഇത് വറുത്ത് മാറ്റണ്ടേ, എല്ലാം പ്രശ്നമായി. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴേ 19 രൂപ കിട്ടുമ്പോ ആണെങ്കിൽ 1 മണി 12 അല്ലേ? ഒരു കാര്യമുണ്ട്, ചക്ക കിട്ടുമ്പോഴല്ലേ ഇത് ശരിയാക്കാൻ പറ്റും. ഇതിപ്പോ വലിയ താമസിക്കാതെ തീർന്നു. ഇപ്പൊ ഇല്ലല്ലോ ചക്ക. കൂടി വന്ന ഒരാഴ്ച കൂടെ കാണുമായിരിക്കും. പക്ഷെ നേരത്തെ ആയിരുന്നു എന്തേരം ചക്ക ഉണ്ടായിരുന്നല്ലേ, വെറുതെ നമ്മളെ വിട്ടോണ്ട് പോയി. അന്നേരം നമ്മൾ ഇതൊന്നും ചെയ്തില്ല, നമുക്കൊട്ടും തോന്നിയില്ല. എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ട്. അതുകൊണ്ട് മോഹൻലാൽ പറഞ്ഞ പോലാണോ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. അല്ലെങ്കിൽ അത്രയും ചക്ക നമ്മൾ ഒരു പിക്കപ്പ് ചക്കയാക്കിയിട്ട് വണ്ടിക്കാര് കൊണ്ടുപോയില്ലേ, എന്തേരം വഴുത്തുപോയി, ഒത്തിരി വഴുത്തുപോയി. നമ്മള് വല്ലപ്പോഴും കുറച്ച് പറിച്ച് വേവിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം പടപടാന്ന് പരിപാടി നടക്കട്ടല്ലേ. നമുക്ക് ഒരു ചക്ക ഉണ്ടെങ്കിൽ എത്ര ദിവസത്തേനുണ്ട്? ഇതിപ്പോ 15 എണ്ണം 30 എണ്ണം 50 എണ്ണം 100 എണ്ണം കിട്ടിയാലും ഒരു ദിവസം തീർന്നോളും. നമുക്കും അറിയത്തില്ലായിരുന്നു ഇത്ര അതിന് ആവശ്യക്കാരുണ്ടെന്നുള്ളതേ, അറിയത്തില്ലായിരുന്നു. നമ്മള് ചുമ്മാ ഒരു രസത്തിന് നമ്മുടെ ചക്ക പറിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടുന്നല്ലാതെ ഇതെല്ലാവർക്കും ഇത് ആവശ്യമുള്ള സാധനമാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. മനസ്സിലായല്ലോ. അതെ, അല്ല ഇവിടെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ടൗണിലേക്ക് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇത് വെട്ടി ഒരുക്കി എടുക്കുന്ന ഒരു പാടാ. ഒരു ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് ആളില്ലാതെ വരുമ്പോഴാണ്. സ്കൂൾ അടച്ചിട്ടായിരുന്ന പിന്നെ നമുക്ക് കുഞ്ഞിയൊക്കെ കൂട്ടായിരുന്നു. ഇപ്പൊ ഇടാൻ കേട്ടോ. എങ്ങോട്ടാ? സ്കൂൾ അടയ്ക്കുമ്പോ എല്ലാരും ഇങ്ങോട്ടാ, പിന്നെ നീ എവിടെ പോരാ? ഇവിടുത്തെ ചക്കയെ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാലും എനിക്ക് പോകാനുള്ള അടുത്ത് പോകണം. അമ്പലത്തിൽ പോകണം. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ചക്കപ്പണിയും കൊണ്ട് ഇരുന്നോണ്ട് 3-4 ദിവസമായി അമ്പലത്തിൽ പോയിട്ട്. വെറുതെ അല്ല, രാവിലെ വന്നപ്പം അവിടുത്തെ തിരുമേനി വിചാരിച്ചു 2-3 ദിവസമല്ല ചേച്ചിയില്ല, കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തും ചെല്ലുന്നല്ലേ, മാസം മുഴുവൻ ദിവസം പോയില്ലേ, അത് 3 ദിവസം കൊണ്ടേ പോകത്തുള്ളൂ. ഇനിയിപ്പം പോവാ, ഇനിയിപ്പം തെളിവായില്ലേ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കാലാവസ്ഥ മാറിയതാന്ന് തോന്നുന്നു. എന്നാ പണി കിടന്നാലും കൊള്ളാം, അമ്പലത്തിൽ പോകാനുള്ള. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നിട്ട് ബാക്കി പണി ചെയ്യാം. ആയിക്കോട്ടെ. നമ്മുടെ വൈകിട്ടത്തെ ആകാശം കേട്ടോ, വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നല്ല ആകാശം.
പിങ്കോ ഏതൊക്കെയോ കളറൊക്കെ ചേർന്നൊരു ആകാശം. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നോ? അമ്പലത്തിലൊക്കെ പോയി ദീപാരാധന കൂടി. ആ നമ്പടി ആളുണ്ടായിരുന്നു. ആ അമ്മ ഒത്തിരി ഓർഡർ വരുന്നുണ്ട്, നമുക്കിത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ കിട്ടുന്ന എത്രയും കൊടുക്കുക എന്നുള്ള. ചക്കയെല്ലാം തീരാറായി, മൊത്തം തീർന്നതേ. അരിയിലെല്ലാം തപ്പിയിട്ടൊന്നും കിട്ടാനില്ല ഇനി. മുഴുവൻ പഴുത്ത് വീണു. നമ്മുടെ പറമ്പ് ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്തുള്ളത് മൊത്തം പഴുത്ത് വീണു. അതെ, ഇന്നിപ്പം നമ്മള് അപ്പുറത്ത് പോയല്ലേ കൊണ്ടുവന്നത്, അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇനി നാളെ ചെറിയൊരു 3 ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലേ. ഇനിയിപ്പോ ഓർഡർ ചോദിച്ചവർക്കൊന്നും കൊടുക്കാനൊന്നും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് മാക്സിമം കൊടുക്കാവുന്ന അത്രയും കൊടുക്കാം. എവിടുന്നേലും കിട്ടുവാണെങ്കിൽ കിട്ടുന്ന എല്ലാം വറുത്ത് കൊടുക്കാം. ഇനിയും ചോദിച്ചിട്ട് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സദയം ക്ഷമിച്ചേക്കണം. ചക്ക വരുന്ന അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലേ? ഇന്നലെ രാത്രി പണി തീർന്നപ്പോ 11 മണി 11:30 ആയി. അതാ പറഞ്ഞ ഇതെല്ലാം കൂടെ ഓടുവരാം. കുഞ്ഞാണ്ടത് ഇപ്പഴാ രാവിലെ കുത്തിയിരുന്ന് പഠിക്കുന്നത്. കുഞ്ഞി നേരം വിളിച്ചിരുന്ന് പഠിക്കട്ടെ. നിനക്ക് ഇന്ന് പരീക്ഷയല്ല? എനിക്കില്ല പരീക്ഷയില്ലേ? ഇന്ന് പരീക്ഷയില്ല. ആണോ? ഇന്ന് പരീക്ഷയില്ല. +1 എക്സാം ഇല്ല. അത് കൊള്ളാം. +2-നാണോ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്? +2-നുണ്ടോ? ഓ, ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണല്ലോ പോന്നെ. യൂണിഫോം പുതിയ യൂണിഫോം ഒക്കെ കിട്ടിയതോ? ഇന്നലെ കിട്ടിയതാണോ? അയ്യോ, ഇന്നാണോ കിട്ടുന്നേ? നല്ല യൂണിഫോം അല്ലേ? ഷർട്ട് നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വറുത്ത് തീർന്നായിരുന്നോ ഇനി ഇന്നലത്തെ? പിന്നെ നേരത്തെ തൊട്ടുള്ള യൂണിഫോമിന്റെ കളർ തന്നെയാണ്. വറുത്ത് തീർന്നായിരുന്നു. വറുത്ത് ഇനിയും ചിപ്സ് വറക്കാൻ കിടക്കുവോ? ചക്കയും 3 ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ പണിക്കുള്ളുണ്ട്. ഇവിടുത്തെ പറമ്പിലെ ചക്ക ഏതായാലും തീർന്നു. ഇനി ഞാൻ പോയി അപ്പുറത്തെ പറമ്പിൽ തപ്പാൻ പോകും അല്ലേ? കൊള്ളാലോ. എന്നാ പഴയ ചോറ്റുപാത്രം അല്ലേ? കൊള്ളാലോ. നമ്മളൊക്കെ ആയിരുന്നപ്പോ ഇലപ്പൊതിയായിരുന്നു. 3 പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോ ഷെയർ ചെയ്യാനായിരിക്കും അല്ലേ? വേറെ എന്നാ മരം കൊണ്ടൊരു ഇതുപോലെ. കുഞ്ഞിക്ക് എത്ര പേരാന്നറിയാമോ? 7. ആണോ? കുഞ്ഞി എല്ലാം നോക്കിയിരിക്കുമായിരിക്കും ആൾക്കാരല്ലേ? കുഞ്ഞി 7 പേര് കൂടിയായിരുന്നു കഴിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വരുന്നു. ഇവര് 3 പേരാണെന്നാ പറഞ്ഞത്. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ളന്നേ. അപ്പൊ ഇന്ന് മുതൽ ഇനി പാവയ്ക്കൊക്കെ ഉള്ളെന്ന് തോന്നുന്നല്ലേ? പാവയ്ക്ക ഇന്ന് തോരൻ വെച്ച് വെക്കുക. ഇന്ന് ഒരു 2-3 ദിവസത്തേന് കാണും. അപ്പൊ ഇനി പ്രത്യേകിച്ച് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഓണം വരെ തിരക്കാ. ഇതൊക്കെ ഉള്ളന്നല്ലേ പറഞ്ഞേ? അത്ര ഉള്ളു. പാവയ്ക്കാത്തോരൻ, നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അതിൽ ഇനിയിപ്പോ ഈ വറക്കലും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് സമയമില്ല. 2-3 ദിവസത്തേന് എന്തായാലും ഇരിക്കും. അതെ അതെ അതെ. പാവയ്ക്ക നമ്മള് 3 പേര് തിന്നുള്ളൂ. ഇവര് 2 പേരും കൂട്ടുമല്ല. അവർക്ക് മുട്ട മതിയല്ലോ അല്ലേ? നീ കഴിക്കുവോ? പിന്നെ അവന് ഇരുമ്പ് വേണമെന്നും പറഞ്ഞ അവനത് പാവയ്ക്കായ പിടിക്കുന്നത്. എന്നാ കുഞ്ഞി കഴിക്കുകയല്ല. കുഞ്ഞി ആ ചോറ് പാവയ്ക്ക മുട്ടുന്നിടം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇന്നലെ നല്ല തെളിവായിരുന്നു. ഇന്നിപ്പോ ഇച്ചിരി മൂടലും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടുമുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പം പിന്നെ ചിങ്ങമാസമൊക്കെ അല്ലേ, ചിലപ്പോ മഴയ്ക്കുള്ള ആരംഭമാണോന്നും അറിയത്തില്ല. ഒരു തണുപ്പ് മഴയൊന്നും ഇല്ല, ആരംഭമാണോന്ന്. ഇത് മൂടിയതൊന്നും അല്ല, അവിടുന്ന് അടിക്കുന്ന പൊങ്ങി വരട്ടെ. അത് ശരി, സൂര്യൻ എന്തായാലും പൊങ്ങിയെന്ന് കണ്ടോ? എന്നാ കാറ്റ് കൊണ്ട് ചെറിയ തണുപ്പും ഉണ്ട്. മഴയ്ക്കുള്ള ആരംഭമാണോന്ന് അറിയത്തില്ല ഇനി. എന്നാ ആയിക്കോട്ടെ. എന്നെ വെയിറ്റ് ആടാ, വെള്ളത്തിന്റെ വെയിറ്റ് ആണെന്ന് തോന്നിയത്. ചേട്ടാച്ചൻ പോയാലേ എനിക്ക് ഇനി പഠിച്ചിട്ട് പോണം. രാവിലെ ഇന്ന് എക്സാം. ഇന്ന് രാവിലെയാണോ? ഞാൻ ഉച്ച കഴിഞ്ഞാന്ന് ഓർത്തിരിക്കുക ഇന്നലത്തെ പോലെ. ചോറ് കൊണ്ടോണോ നേരം? ഇന്ന് രാവിലെ തൊട്ട് 2 എണ്ണം ഉണ്ടല്ലേ? ഉച്ച കഴിഞ്ഞുണ്ടോ? ചോറ് കൊണ്ടുപോകണം കുഞ്ഞിക്ക്.
ആ എന്നാ നീ ഇവിടെ ഇരിക്കുവാണെ എനിക്ക് നിനക്കും കൂടെ കുടിക്കാൻ നോർത്താ ഞാൻ ഇരുന്ന പണിയുടെ ഇടയ്ക്ക്. ചേട്ടാസിന്റെ ബസ് വരെ 55 ബസ് വരുള്ളൂ. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.